ഗൈസ് വെൽക്കം ടു വണ്ടേഴ്സ് വിത്ത് ഭാഗ്യ. അപ്പോൾ ഒരു ഹലോ ഗൈസ് പറയാൻ വേണ്ടി നിർബന്ധിച്ചിട്ട് അവൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഗൈസ്. ഇവനെയും കൂടെ തൂക്കിയെടുത്ത് നമുക്ക് പോകാം. ലാൻഡ്സ്കേപ്പിൽ പിടിക്കാൻ മറന്നുപോയി ഗൈസ്. പോർട്രേറ്റ് ആയിപ്പോയി കണ്ടോ ഗൈസ്. എൻ്റെ മുട്ടത്തല മുട്ടയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലൂലു ഹൈപ്പർ മാർക്കറ്റിലെത്തി. അമ്മ വീഡിയോ എടുത്ത് പയ്യെ വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഈനുകൂട്ടനും ജിഷാമിയും ദാ പോകുന്നു ഫ്രണ്ടിൽ. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഗൈസ്. വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കണം, സൺഡേ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത്. 100 സബ്സ്ക്രൈബേഴ്സ് ആയ ഉടനെ തന്നെ പുതിയ ഒരു ഗിയർ മേടിക്കണമെന്ന് എൻ്റെ വളരെ ആഗ്രഹമായിരുന്നു ഗൈസ്. എനിക്ക് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ല, പക്ഷേ അതിൻ്റെ മെക്കാനിസം ഒക്കെ പഠിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പം ആ ഗിംബിൾ തപ്പിപ്പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. ഈ കാണുന്ന ഫോൺ എങ്ങനെയുണ്ടെന്ന് പറയണേ ഗൈസ്, കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഗിംബലും തപ്പി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഗൈസ്, ഞങ്ങളത് തപ്പിക്കൊണ്ടിരുന്നപ്പം ഒരു ചേട്ടൻ ഒരു ഗ്രേ കളർ ഗിംബലും പിടിച്ച് അതിലും വഴി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഇതാണ് ആ ഗിംബൽ. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടി ആ നീളമുള്ള ചേട്ടൻ്റെ അടുത്ത് ചെന്നു. അടിപൊളി റിവ്യൂ ആണ് ആ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാനതങ്ങ് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഓപ്പണിംഗ് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ. അങ്ങനെ ഈനുകുട്ടനെയും പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ആ ട്രോളിക്കിടയ്ക്കുന്ന് നമ്മൾ ഇനി ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാം. ആളെ എടുത്ത് നമ്മൾ ട്രോളിക്കകത്തോട്ടിട്ടു. ഇനി നമുക്ക് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. നേരെ നടന്ന് വലിയ സ്റ്റൈലിലൊക്കെ ഞാൻ അങ്ങ് ചെന്നപ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ എന്നെ പിടിച്ച് നിർത്തിയത്. മാഡം ആ കവറൊന്ന് ക്ലോസ് ചെയ്തിട്ട് പോയാൽ മതി, കാരണം ഇല്ലെങ്കിൽ അകത്ത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ കവറൊക്കെ ആ ചേട്ടനെ കൊണ്ട് സ്റ്റേപ്പിളറൊക്കെ ചെയ്യിപ്പിച്ച് പെട്ടിക്കകത്തോട്ടിട്ട് അങ്ങ് തള്ളി വലിയ സ്റ്റൈലിൽ ജിഷ ചേച്ചി വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ ഇപ്പം ആക്സിഡൻറ്റ് ഉണ്ടായേനെ ഗൈസ്. ആ ചേച്ചിനെ ഞാനിപ്പോൾ മറിച്ച് ട്രോളിക്കകത്തോട്ടിട്ടേനെ. അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഞാൻ ഇതാ പോകുന്നു. ഒരു മോഡൽ റാമ്പ് വാക്ക് ചെയ്യുന്നത് പോലെ ട്രോളിയും തള്ളിക്കൊണ്ട് ഈനുവിനെയും പെട്ടിക്കകത്തോട്ടിട്ടുണ്ട്. ഇതാ പോകുന്നു ഗൈസിന്. അങ്ങനെ നടന്ന് ഓരോ അയലിൽ കൂടെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി പെട്ടെന്നാണ് ഗൈസ് ഞാൻ സോപ്പ് പൊടി ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ പറയുന്നൊരു വിളി, അമ്മു നമ്മുടെ സോപ്പ് പൊടി തീർന്നിട്ടുണ്ട്, എടുത്തോളാം. കണ്ടോ ഗൈസ്, ഞങ്ങൾ നനയും കുളിയൊക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെ ഫ്രണ്ട് ലോഡിൻ്റെ വാഷിംഗ് പൗഡർ നോക്കി ഞാൻ കുറേ നേരത്തിലോട്ട് നോക്കി നിന്നപ്പോഴാണ് സൈഡിലോട്ടൊന്ന് നോക്കിയപ്പോൾ ഇതാ ഇരിക്കുന്നു നമ്മുടെ ഫ്രണ്ട് ലോഡിലെ വാഷിംഗ് പൗഡർ. അപ്പം അങ്ങോട്ട് മന്ദം നടന്ന് ചെന്ന് ഒരു 5 കിലോയുടെ പാക്കറ്റ് തൂക്കിയെടുത്ത് വണ്ടിക്കകത്തോട്ടിട്ടപ്പോൾ ആ വണ്ടിക്കകത്തിരുന്ന ഒരു മുതലിനെ കാണുന്നില്ല. നോക്കുമ്പോൾ അതാ നിൽക്കുന്നു ഫിഷിൻ്റെ സെഷനിൽ. ആൾക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലൊരു അക്വേറിയം ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെ ചേട്ടാ എന്ന് വിളിച്ച് എൻ്റെ കുട്ടി കുറേ നേരം അവിടെ നിന്നു ഗൈസ്. പക്ഷെ ഒരു കുറുക്കൻ കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കിയില്ല. കണ്ടു എൻ്റെ കുട്ടി വിളിക്കുന്നത്. പിന്നെ അവനെ അവിടുന്ന് വലിച്ച് പുറത്തെടുക്കാൻ ഞങ്ങൾ വെട്ട പാടെൻ്റെ പൊന്നു ഗൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വീണ്ടും എൻ്റെ യാത്ര തുടങ്ങി. ഇനി എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഗൈസ് വീണ്ടും. അപ്പോൾ ദാണ്ട ബ്രാഹ്മൺസിൻ്റെ ഒരു ചാക്ക് അരിയും എടുത്ത് ഞാൻ പെട്ടിക്കകത്തോട്ടിട്ട് ഈനുവിനെ എടുത്ത് നമ്മുടെ ട്രോളിക്കകത്തോട്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഒരു ബേക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് സൈഡിലോട്ട് നോക്കി ഏതൊക്കെ ഫ്ലേവേഴ്സ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ എൻ്റെ നടപ്പ് തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നടന്ന് എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കണമല്ലോ. എൻ്റെ സാധനങ്ങളൊക്കെ തപ്പിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് ഞാൻ കണ്ടത് എൻ്റെ ഹമുക്കിൻ്റെ ഫേവറേറ്റ് സാധനം വേ പ്രോട്ടീൻസ് ഹമുക്ക്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം മേടിച്ചു തരാം. ആരാണ് ഹമുക്ക് എന്നുള്ളത് ഞാൻ അടുത്ത വ്ലോഗിൽ പറയുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഈനുകുട്ടൻ ഒരു ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്ത് അതൊക്കെ ഓപ്പണൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നമുക്ക് അവിടുന്ന് മുന്നോട്ട് നടക്കാം ഗൈസ്. ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സെഷൻ കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഗൈസ് ഞാൻ എന്ത് കോഫി അഡിക്റ്റാന്നുള്ളത്. ഇപ്പോൾ ഈ കോഫി പൗഡേഴ്സ് കാണുന്നത് പോലെ എനിക്ക് കോൾഡ് കോഫീസും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അരിപ്പൊടി, മുളക് പൊടി, ഗോതമ്പ് പൊടി, അങ്ങനത്തെ കുറേ പൊടികളൊക്കെ നമ്മൾ വാരിയെടുത്തപ്പോൾ നമ്മുടെ ട്രോളിക്കകത്തോട്ടിട്ടു. എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. ഇനി നമുക്ക് ഈനുകുട്ടിക്ക് കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാനുണ്ട്. അതെടുക്കാൻ വേണ്ടി പോവാം. ഹലോ പാൻഡയാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിസ്ക്കറ്റ്സ് ഗൈസ്. ഞങ്ങളുടെ സ്കൂൾ ടൈം തൊട്ട് ഞങ്ങളുടെയും ഫേവറേറ്റ് അതാണ്, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും. വൈദ്യുവേ ഞങ്ങൾ 2 പേരും ഖത്തറിൽ തന്നെ പഠിച്ചു വളർന്ന പിള്ളേരാണ് കേട്ടോ.
അപ്പം അതും എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ഫ്രണ്ടിലോട്ട് തുടരുകയാണ് ഗൈസ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം കുറച്ച് സെഷൻസ് ഒക്കെ കാണിക്കാം. അതാണ് അവിടുത്തെ ചീസിൻ്റെ ഒക്കെ സെഷൻ. ചീസ് പിന്നെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സാലഡ്സ് അതൊക്കെ അവിടെയാണ് കിട്ടുന്നത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേറെ അയലിൽ കൂടെയൊക്കെ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നു. അപ്പമാണ് നമ്മുടെ ഐസ്ക്രീം സെഷനിലോട്ട് നമ്മൾ എത്തിയത്. അവിടുന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലണ്ടൻ ഡയറിയുടെ 2 ഫ്ലേവേഴ്സ് എടുത്തു, ഓഫർ പാക്ക്. അത് കഴിക്കില്ല കേട്ടോ ഗൈസ്, ജസ്റ്റ് ക്രേവിങ് വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോഴാണ് കുറേ സ്ട്രോബെറീസ് ഇരിക്കുന്നത്. ഈ കുട്ടിയുടെ ഫേവറേറ്റ് ആണ് സ്ട്രോബെറീസ്. അപ്പോൾ 2 പാക്കറ്റ് സ്ട്രോബെറീസ് എടുത്തു. വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഈ കുട്ടീനെ സോപ്പിടാനായിട്ട് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് ഈ സെഷനിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഡയറ്റീഷ്യൻ എന്നെ കൊല്ലുമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഗൈസ്. അവൻ കഴിക്കുന്ന കഴിപ്പ് കണ്ടില്ലേ, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിക്കുന്നതാണ് അവൻ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു. ഏത് ഗ്രോസറി ഷോപ്പിൽ പോയാലും ഞാൻ മിസ് ചെയ്യാത്തൊരു കാര്യമാണ് ഗൈസ് കോൾഡ് കോഫി. ഒന്നെങ്കിൽ പുറത്തുനിന്ന് കഫറ്റീരിയയിൽ നിന്ന് അടിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഫേവറേറ്റ് 2 ഫ്ലേവേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ വൈറ്റ് മോക്ക ലാറ്റെ ആൻഡ് ദി അതർ വൺ ഇതൊരു പുതിയ ഫ്ലേവറായിരുന്നു ഗാലക്സിയുടെ. അപ്പോൾ ഈ 2 ഫ്ലേവറും നമ്മളെടുത്തു. അപ്പം ഇന്ന് വൈകുന്നേരത്തേക്കുള്ളതായി ഗൈസ്. എൻ്റെ ഡയറ്റീഷ്യൻ ഇത് കാണുന്നുണ്ടല്ലേ, ഇഗ്നോർ. പിന്നെ ഫ്രഷ് മിൽക്ക് എടുത്തു. പിന്നെ എൻ്റെ തൈരും പാത്രത്തിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഒരു ചെടിയുണ്ട് ഗൈസ് വീട്ടിൽ. അപ്പോൾ അവനെ ഒന്നിടാൻ വേണ്ടിയിട്ട് ഒരു പോട്ടും മേടിച്ചു. കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഗൈസ് എനിക്ക് ഇൻഡോർ. അപ്പോൾ ആ ചേട്ടനോട് നമ്മുടെ ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്യിച്ച് അതെടുത്ത് പെട്ടിക്കകത്തോട്ടിട്ട് അങ്ങനെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് നടക്കുകയാണ് ഗൈസ്. എല്ലാ ബില്ലും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെച്ചു. അന്നേരമാണ് ഗൈസ് ഞാൻ കാണുന്നത് ദോണ്ട നിൽക്കുന്നു. നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചോ എനിക്കെന്താണ് വേണ്ടതെന്ന്? അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ വേണ്ട സാധനങ്ങൾ എടുത്ത് അപ്പുറത്തെ കൗണ്ടറിൽ കൊണ്ടിടും. ഇതിൻ്റെ ബില്ല് മമ്മ കൊടുത്തേക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈനിക്കുട്ടി മേടിച്ച സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ നിൽക്കുന്ന കുട്ടിയുടെ അടുത്ത് നിന്ന് ഞാനൊരു ബൈയൊക്കെ മേടിച്ചായിരുന്നു ഗൈസ് ഇതിൻ്റെ എൻഡിലോട്ടിടാൻ. വീട്ടിൽ വന്ന് തൊപ്പി നോക്കിയപ്പോൾ ആ ബൈയും കാണുന്നില്ല, കുയ്യും കാണുന്നില്ല, ഒരു കുന്തവും കാണുന്നില്ല. പിന്നെ ഉള്ള സമാധാനത്തിന് ഈ കുട്ടനെ ഒരു സെക്യൂരിറ്റിയിലേക്ക് ഏൽപ്പിച്ച് ബില്ലൊക്കെ അടച്ച് ഞങ്ങളിത് ഞങ്ങളുടെ കാറിലോട്ട് പോവുകയാണ് ഗൈസ്. സാധനങ്ങൾ ഓരോന്നായി ഞാൻ എൻ്റെ മസിൽ പവർ ഉപയോഗിച്ച് എടുത്ത് വണ്ടിക്കകത്തോട്ട് തട്ടി. ആ സംസാരിക്കുന്നത് അടിക്കകത്ത് വേറൊരു ഐറ്റം കൂടി ഇരിപ്പുണ്ട് എൻ്റെ മോൻ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് എൻഡ് അപ്പ് ദിസ് വീഡിയോ ഫോർ ടുഡേ. Bye bye. Salama.